എന്തല്ല എല്ലാവരും ആപ്പിൾ ഇവന്റിന് എക്സൈറ്റഡ് അല്ലേ? ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു ഇവന്റിൽ നമുക്ക് പുതിയ ഐഫോൺ, കുറേയധികം വേറെ പ്രൊഡക്റ്റുകളെല്ലാം കിട്ടുന്നുണ്ട്. ഇതെല്ലാത്തിൻ്റെ ഒരു ഫൈനൽ റിപ്പോർട്ടും ലീക്കുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഇതേപോലെ എല്ലാ ആപ്പിളിൻ്റെ കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഐഫോൺ, ഐപാഡ്, മാക്ക്, ഇപ്പം iOS 26, WatchOS 26 എല്ലാ കാര്യങ്ങളും ഇനി നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സോ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പെടുത്തുക. ഇതേപോലെ അടിപൊളി കാര്യങ്ങൾ നിങ്ങൾ തേടിയെത്തും. സോ ദിസ് ഇസ് എബിൻ സേവ്യർ. വെൽക്കം ബാക്ക് ടു എവിക. ഏറ്റവും ആദ്യം നമുക്ക് ഈ പറഞ്ഞ ഇവന്റെ പോസ്റ്റർ ഡീകോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഡീകോഡിങ് ആണല്ലോ ട്രെൻഡ്. ഈ പറയുന്ന പോസ്റ്ററിന്റെ ഈസ്റ്റർ എഗ് നോക്കുമ്പോൾ നമുക്ക് രണ്ട് കളേഴ്സ് പോകുന്നത് കാണാൻ പറ്റും. ഒന്ന് ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ നേവി ബ്ലൂ കളറും ഒരു ഓറഞ്ച് ഷെയ്ഡും പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് കളേഴ്സും ഐഫോൺ 17 പ്രോയിൽ വരാൻ പോകുന്ന ഒരു രണ്ട് കളേഴ്സ് ആണെന്ന് നമ്മൾ ഓൾറെഡി ഡീകോഡ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി നേരം ഞാൻ കണ്ടു നോക്കിയപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഇത് കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ ഈ തെർമൽ ക്യാമറ കാണുന്നുണ്ടോ? അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ചൂടൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന തെർമൽ ക്യാമറ ഉണ്ട്. നമ്മുടെ ബോഡിയുടെ ഒക്കെ സാച്ചുറേഷൻ മനസ്സിലാക്കുന്ന ക്യാമറ ഉണ്ട്. ഇതിൻ്റെ സെയിം ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു സെയിം എന്താ പറയുക വിഷൻ തന്നെ അല്ലെങ്കിൽ ആ ഒരു സെയിം ഔട്ട്പുട്ടാണ് ഈ ഒരു ആപ്പിൾ ലോഗോനും കൊടുത്തിരിക്കുന്നത്. ചൂട് മനസ്സിലാക്കാൻ, നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മനസ്സിലാക്കാവുന്ന രീതി പോലെ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ തെർമോ സ്കാനറൊക്കെ വെച്ച് നോക്കുമ്പോൾ ചൂട് ഇതേപോലെ സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഒരു ബ്ലൂവിഷ്, അത് കഴിഞ്ഞിട്ടൊരു ഗ്രീൻ, അത് കഴിഞ്ഞിട്ടൊരു റെഡ്, അങ്ങനത്തെ ഒരു സെയിം സാധനം. അതായത് ചൂടിനെയാണ് ഇവിടെ ആപ്പിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ചൂട് ഫോക്കസ് ചെയ്യുമ്പോൾ ആപ്പിളും ഏറ്റവും കൂടുതൽ നോക്കാൻ പോകുന്നതും തെർമൽ മാനേജ്മെൻറ്റാണ്. ഞാൻ എൻ്റെ എല്ലാ അപ്ഡേഷൻ വീഡിയോയിലും പറയാറുണ്ട്, ഹീറ്റിംഗ് കൂടുതലാണ്, ഹീറ്റിംഗ് അങ്ങനെയാണ്. ഐഫോൺ യൂസേഴ്സ് ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് തെർമൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് ഡിവൈസ് ചൂടാവുക. ഈ പറഞ്ഞ ഔട്ട്ഡോർ യൂസ് ചെയ്യുമ്പോഴും അതേപോലെ നമ്മൾ എക്സ്ട്രീമായിട്ട് ഗെയിം കളിക്കുമ്പോഴൊക്കെ ചൂടാവാത്ത പോലെ തന്നെ ചില സമയത്ത് വല്ലാണ്ട് ചൂടാവാറുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നോളജിയാണ് വേപ്പർ കൂളിംഗ് ചേംബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേപ്പർ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു സാധനം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസ് അത്യാവശ്യം നല്ല രീതിക്ക് തണുക്കാൻ അല്ലെങ്കിൽ ഡിവൈസ് ചൂടാവുന്ന ആ ഒരു പ്രവണത കുറയാനാണ് ഈ ഒരു വേപ്പർ കൂളിംഗ് ടെക്നോളജി ആപ്പിൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു പോസ്റ്റർ ഡീകോഡിന് ഏറ്റവും കൂടുതൽ ഫീൽ ആയത്. സോ ഐഫോൺ 17 പ്രോവിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഐഫോൺ 17 പ്രോയിൽ നമുക്ക് റിവേഴ്സ് ചാർജിങ് വരുമെന്നും കേൾക്കുന്നുണ്ട്. സോ ഈ റിവേഴ്സ് ചാർജിങ്ങിനെ ആപ്പിൾ വിളിക്കാൻ പോകുന്നത് മാക് ഷെയർ എന്നാണ്. നമുക്ക് ഇപ്പോൾ മാക് സേഫ് ഉള്ള പോലെ തന്നെ ഒരു മാക് ഷെയർ എന്നുള്ള പേരിലായിരിക്കും ആപ്പിൾ ഈ റിവേഴ്സ് ചാർജിങ് മെക്കാനിസത്തിനെ വിളിക്കാൻ പോകുന്നത്. ഇനി ഐഫോൺ 17 എയറിൻ്റെ കാര്യം പറയാം. ഐഫോൺ 17 എയർ ആയിരിക്കും ദ തിന്നസ്റ്റ് ഡിവൈസ് ഇൻ ഐഫോൺ ഹിസ്റ്ററി ആയിട്ട് വരാൻ പോകുന്നത്. 5.5 mm ഏകദേശം ഈ ഒരു സൈസിലായിരിക്കും ഐഫോൺ 17 എയർ നമുക്ക് വരാൻ പോകുന്നത്. ഈ ഒരു ഡിവൈസിൽ ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് യങ്ങർ ജനറേഷനാണ്. കാരണം ഈ ഒരു ട്രെൻഡ് പിടിക്കുന്ന ജനറേഷൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുതിയ പുതിയ ടെക്നോളജി യൂസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു ജനറേഷനാണ്. പക്ഷേ ഇവിടെ കുറേയധികം കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നാമത് 2500 അല്ലെങ്കിൽ 3000 mAh താഴത്തായിരിക്കും ഈ ഒരു ഡിവൈസിൽ ബാറ്ററി വരാൻ പോകുന്നത്. നമുക്ക് 2800 മാറ്റി 3000 പിടിക്കാം. 3000 അതിൻ്റെ താഴത്തേക്കായിരിക്കും ബാറ്ററി വരാൻ പോകുന്നത്. സോ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ആപ്പിൾ ഒരു കേസ് റിലീസ് ചെയ്യും. ബാറ്ററിയൊക്കെ ഉള്ള ഒരു കേസ് ആപ്പിൾ റിലീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ സ്ലിം ആയിട്ടുള്ള ഡിവൈസ് പിന്നെയും ബൾക്കറാവൂലേ? ആപ്പിളിൻ്റെ ഏറ്റവും വലിയൊരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ലിമ്മസ്റ്റ് ഫോൺ എന്നാണ്. പിന്നെ ഈ പറഞ്ഞ ബാറ്ററി കേസ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററിയുടെ കേസ് ഇടുമ്പോൾ അത് പിന്നെയും വണ്ണം വെക്കില്ലേ? പിന്നെ അപ്പം അതിൻ്റെ ആ ഒരു ലോജിക്കൽ പോയിന്റ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ച് മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിൽ ഒരു ബമ്പർ കേസായിട്ട് ആപ്പിൾ അത് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു കേസാണ് വെക്കുന്നതെങ്കിൽ അതിനൊരു ലോജിക്ക് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം തൊട്ട് അത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു 14 MP ക്യാമറ മാത്രമായിരിക്കും വെക്കുക. ഇതിൽ വേറെ 2-3 ക്യാമറ വെക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു റൂം ഈ ഒരു ഡിവൈസിനില്ല. ഒറ്റ സിംഗിൾ ക്യാമറ ആയിരിക്കും. സിംഗിൾ ക്യാമറ 14 MP ആൻഡ് 2x സൂം, ഒരു ഡിജിറ്റൽ സൂം. നമ്മുടെ ഐഫോൺ 16 കാണുന്ന സെയിം ഡിജിറ്റൽ സൂം ആയിരിക്കും ഈ ഐഫോൺ 17 എയറിലും വരാൻ പോകുന്നത്. 17 എയറിൽ വരാൻ പോകുന്നത്. ഈ ഒരു ഡിവൈസിലും നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ
പോകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ബാറ്ററി. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഡിവൈസിന്റെ ബാക്കിൽ അല്ലെങ്കിൽ അടിഭാഗത്ത് കുറച്ച് സ്പീക്കേഴ്സ് ഉണ്ടാവില്ലേ, ആ ഒരു സ്പീക്കർ ആപ്പിൾ റിമൂവ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് കുറച്ചുകൂടി തിന്നാക്കാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം ആപ്പിൾ മാറ്റുന്നത്. അതേപോലെ ഈ പറഞ്ഞ സ്പീക്കേഴ്സ് മാത്രം എവിടെ നിന്ന് കേൾക്കും? ഫോൺ നമ്മൾ ചവിട്ടി വെക്കുമ്പോൾ കേൾക്കുന്ന ആ ഒരു സിംഗിൾ ഇയർ പീസ് ഇല്ലേ, അല്ലെങ്കിൽ ആ ചെറിയൊരു നമ്മൾ ചവിട്ടി വെക്കുമ്പോൾ കേൾക്കുന്ന ആ ഒരു പോർഷനില്ലേ, അവിടെയായിരിക്കും മെയിൻ സ്പീക്കർ വരാൻ പോകുന്നത് റൂമറുണ്ട്. പക്ഷെ അവിടെയും ഈ പറഞ്ഞ സ്പീക്കർ അവിടെ മാത്രമാണ്, അല്ലെങ്കിൽ ഇയർ പീസിൻ്റെ അവിടെ വരുമ്പോൾ സൗണ്ട് ക്വാളിറ്റി ഈ പറഞ്ഞ പാട്ട് കേൾക്കുമ്പോൾ എങ്ങനെ കേൾക്കും, അങ്ങനെ കുറേയധികം കൺഫ്യൂഷൻസ് എനിക്ക് ഈ ഒരു ഡിവൈസിൽ ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് കൊണ്ടുവരും, അതെങ്ങനെയാണ് ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ മഫിൾഡ് ആവൂലേ, അങ്ങനെ കുറേയധികം ഡൗട്ടുകൾ എനിക്കുണ്ട്. അതേപോലെ വേറൊരു ഡൗട്ടാണ്, ആപ്പിൾ ഈ പറഞ്ഞ ഡിവൈസിൽ സിം ട്രേ വെക്കുന്നില്ല. ഫുൾ ഇ സിം ആയിട്ടായിരിക്കും ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. അത് US മാത്രമല്ല, കംപ്ലീറ്റ് ഓൾ ഓവർ ദ വേൾഡ് ആപ്പിൾ റിലീസ് ചെയ്യുന്ന ഈ ഒരു ഡിവൈസ് ഇ സിം ആയിരിക്കും, ഓൺലി ഇ സിം. അടുത്താണ് iPhone 17 എന്ന് പറയുന്നത്, ബേസ് മോഡൽ. ഇതായിരിക്കും 17 സീരീസിലെ എൻട്രി ലെവൽ ഐഫോണായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഒരു ഗേറ്റ് കീപ്പർ പോലെ, അല്ലെങ്കിൽ ഗേറ്റിൻ്റെ ഏറ്റവും അടുത്ത ഒരു എൻട്രി ആയിട്ട് എടുക്കാൻ പോകുന്നതും iPhone 17 ആയിരിക്കും. പക്ഷേ ഇത് iPhone 17 എന്ന് വിളിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം iPhone 16s എന്ന് വിളിക്കുന്നതാണ്. കാരണം യാതൊരു മാറ്റവും ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. ലുക്ക് വൈസ് iPhone 16 എങ്ങനെയാണോ അത് തന്നെ. ഡിസ്പ്ലേ സൈസ് ചെറുതായിട്ട് മാറുന്നുണ്ട്. 6.1 ഇഞ്ചിൽ നിന്ന് 6.3 ഇഞ്ചിലേക്ക് ഈ പറഞ്ഞ ഡിസ്പ്ലേ ആപ്പിൾ വലുതാക്കുന്നുണ്ട്. വേറൊരു കാര്യം, iPhone 17 ആയാലും 120 ഹെഡ്സ് വരുന്നുണ്ട്. ഈ 120 ഹെഡ്സ് വരുമ്പോഴും ബാറ്ററി നന്നായിട്ട് കൺസ്യൂം ചെയ്യില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആവണേ, എങ്ങനെ ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോണത്? 2025 3000 mAh താഴത്തുള്ള ബാറ്ററി ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്രമാത്രം ഓപ്ഷൻസ് കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അത് എത്രത്തോളം യൂസ്ഫുൾ ആവും ആർക്കറിയാം. അതെന്തായാലും നോക്കട്ടെ, നമുക്ക് ഇനിയും അതിനൊരു കുറച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. സോ 17 എന്ന് പറയുന്നത് ഒരു ബേസ് ലെവൽ എൻട്രി ഡിവൈസ് ആയിരിക്കും. ഒരു 16E അല്ലെങ്കിൽ 16S എന്നൊക്കെ പറഞ്ഞ ഒരു 17 എന്ന് പറയാനുള്ളൊരു ഡിവൈസ് മാത്രമാണ്. വേറെ വലിയ വലിയ മേജർ അപ്ഗ്രേഡോ അല്ലെങ്കിൽ വലിയ വലിയ ചേഞ്ചോ ഈ ഒരു ഡിവൈസ് വരാനുള്ള ചാൻസ് ഇല്ല. അടുത്തത് AirPods Pro 3rd generation എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിൽ ഹാർട്ട് റേറ്റിൻ്റെ സെൻസർ വരുന്നുണ്ട്. നമുക്ക് ബീച്ചിലൊക്കെ കണ്ട പോലെ ആ ഒരു ഹാർട്ട് റേറ്റ് സെൻസർ നമുക്ക് ഡിവൈസിൽ വരുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആപ്പിൾ വാച്ച് ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും എയർപോഡ്സും ഐഫോൺസും ഉണ്ടെങ്കിൽ അവരുടെ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ഹാർട്ട് റേറ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു പുതിയ H സീരീസിൻ്റെ ചിപ്സെറ്റ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇൻഡസ്ട്രി ലീഡിങ് ആയിട്ടുള്ള നല്ല ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും ബാക്കി കാര്യങ്ങളും എയർപോഡ്സിനുണ്ട് പ്രോ. അതിനെക്കാട്ടും ഇംപ്രൂവ് ആയ പുതിയ ചിപ്സെറ്റ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ആൻഡ് ഈ സെയിം എയർപോഡ്സ് പ്രോയിൽ നമുക്ക് ലൈവ് ട്രാൻസ്ലേഷൻ ലഭിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ കൺട്രിയിലേക്ക് പോയി, ഈ കൺട്രിയിലേക്ക് പോകുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് ഈസി ആയിട്ട് പറഞ്ഞു. നമ്മുടെ ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എയർപോഡ്സ് ഉണ്ടെങ്കിൽ ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അടുത്തൊരു മാറ്റമാണ് ആപ്പിൾ വാച്ച് സീരീസ് 11 എന്ന് പറയുന്നത്. ലുക്ക് വൈസ് പേടിക്കേണ്ട, യാതൊരു മാറ്റം വരുന്നില്ല. പക്ഷേ ഈ ഒരു ഡിവൈസിൽ കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് വരുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ വാച്ചേഴ്സിലേക്ക് വരുമ്പോൾ പുതിയ വാച്ചേഴ്സ് 26 ആനിമേഷൻസും ഫ്ലൂയിഡിറ്റിയൊക്കെ കുറച്ച് ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ഡിവൈസിൻ്റെ ഈ പറഞ്ഞ കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനാണ് ആപ്പിൾ ഈ ഒരു ഡിവൈസിൽ പുതിയ ചിപ്സെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരത്തെ നമുക്കുണ്ടായത് ഒരു 4G കണക്ടിവിറ്റി ആയിരുന്നു, സെല്ലുലാർ. നമുക്ക് വാച്ചിലൊക്കെ സെല്ലുലാർ 4G ആണ്. പക്ഷേ ഈ ഒരു ഡിവൈസിലേക്ക് വരുമ്പോഴത്തേക്കും 5Gയിലേക്ക് ആപ്പിൾ പുഷ് ചെയ്യുന്നുണ്ട്. സോ കണക്ടിവിറ്റിയും ഇംപ്രൂവ് ആവും. അടുത്തതും ആപ്പിൾ വാച്ച് Ultra 3 ആണ്. ലുക്ക് വൈസ് യാതൊരു മാറ്റവും ഈ ഒരു ജനറേഷനില്ല. പക്ഷേ ഈ ഒരു ഡിവൈസിലെ സാറ്റലൈറ്റ് കണക്ടിവിറ്റിയുടെ ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. iPhone 14 സാറ്റലൈറ്റ് കണക്ടിവിറ്റി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് തൊട്ട് ഇന്നേക്ക് വരെയും കുറേയധികം ആൾക്കാരുടെ ജീവിതം അല്ലെങ്കിൽ കുറേയധികം ലൈഫ് ത്രെട്ടണിങ് ആയ മൊമെൻറ്റിൽ സാറ്റലൈറ്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ സാറ്റലൈറ്റ് എമർജൻസി യൂസ് ചെയ്ത് ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ ആപ്പിൾ വാച്ചിനെ കൂടെ വരുമ്പോൾ ഡൈവേഴ്സിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെവി ആയിട്ട് ചെയ്യുന്ന സ്കൂബ ഡൈവേഴ്സിന്, നല്ല ഹില്ലൊക്കെ ക്ലൈംബ് ചെയ്യുന്ന വലിയ വലിയ മൗണ്ടൻ ട്രക്കിങ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൻ്റെ അൾട്രാ യൂസേജ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തൊരു പ്രൊഡക്റ്റും ആപ്പിൾ വാച്ച് തന്നെയാണ്, ആപ്പിൾ വാച്ചിൻ്റെ SE എന്ന് പറയുന്നത്. ഞാൻ തന്നെ കുറേ ലീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്പിൾ വാച്ചിൽ പ്ലാസ്റ്റിക് ബോഡിയിലേക്ക് വരും. നമ്മുടെ iPhone 5C ഒക്കെ ഉണ്ടാവില്ല കളർഫുൾ ആയുള്ള പ്ലാസ്റ്റിക് ബോഡിയിൽ നിന്ന്. പക്ഷേ ആപ്പിൾ അത് വർക്ക് ചെയ്ത് നോക്കി, അത് കുറച്ചത്
കാരണം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ലോഞ്ചിവിറ്റി ഭയങ്കര കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ആപ്പിൾ എക്സ്പെക്ട് ചെയ്ത പോലെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ വട്ടം വരാൻ പോകുന്ന ആപ്പിൾ വാച്ച് SE 3rd ജനറേഷനും അലൂമിനിയം ബോർഡ് തന്നെയായിരിക്കും. യാതൊരു മാറ്റവും ഈ ഒരു വട്ടം ആപ്പിൾ വാച്ച് സീരീസ് SEനും വരാൻ പോകുന്നില്ല. സെയിം പ്രൈസ് റേഞ്ച് ആയിരിക്കും. എങ്ങനെയാണ് ആപ്പിൾ വാച്ച് SE നേരത്തെ റിലീസായ പ്രൈസ്, അത് തന്നെയായിരിക്കും ഈ ഒരു വട്ടം ആപ്പിൾ വാച്ച് SEയുടെ പുതിയ ജനറേഷനും കാണാൻ പോകുന്നത്. എനിക്ക് കുറച്ച് ബോണസ് പ്രൊഡക്ട്സ് ഉണ്ട്. ഒന്നാമത്തത് AirTag 2nd ജനറേഷൻ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞൊരു ദിവസങ്ങളിൽ നമ്മുടെ അപ്ഡേഷൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു AirTag 2nd ജനറേഷൻ്റെ കോഡിംഗ് നമുക്ക് ലഭിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ ഒരു AirTag 2nd ജനറേഷൻ ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു AirTagൽ കുറച്ചുകൂടെ ടാമ്പർ പ്രൂഫ് ആയിരിക്കും. അതേപോലെ കുറച്ചുകൂടി എക്സ്റ്റൻഡ് ആയ ബാറ്ററി ലഭിക്കും. അതേപോലെ അൾട്രാ വൈഡ് ബാൻഡിൻ്റെ ചിപ്സെറ്റ് നമുക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. തന്നെ റേഞ്ചും കണക്ടിവിറ്റിയും ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു ബോണസ് പ്രോഡക്റ്റ് ആണ് വിഷൻ പ്രോ 2nd ജനറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിവൈസ് റൺ ചെയ്യുന്നത് നമ്മുടെ M2 ചിപ്പിലും R1 ചിപ്പിലുമാണ്. അതിൽ നിന്ന് നമുക്കിപ്പോൾ M3, M4, M5 വരെയും വരുന്നുണ്ട്. സോ M2ൽ നിന്ന് ഒരു വലിയ ജമ്പ് അല്ലെങ്കിൽ M3, M4 എന്നീ പറഞ്ഞ ചിപ്സെറ്റിലേക്കുള്ള ജമ്പ് മാത്രമായിരിക്കും വിഷൻ പ്രോ 2nd ജനറേഷനിൽ കാണാൻ പോകുന്നത്. യാതൊരു മോഡലിന് ചേഞ്ചോ അതേപോലെ ഈ പറഞ്ഞ ലുക്കിന് ചേഞ്ചോ ഡിസൈന് ചേഞ്ചോ ഒന്നും വിഷൻ പ്രോ വരില്ല. ചിപ്സെറ്റ് മാത്രം മേ ബി മാറ്റാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. സോ ഇന്ന് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് റിലീസാവും എന്നാണ് നമ്മളും വിശ്വസിക്കുന്നത്. സോ ആപ്പിൾ ഇവനത് തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസും അതേപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഏത് ഡിവൈസ് കാണാൻ തൊട്ടടുത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ അടിപൊളി കാര്യങ്ങൾ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് Bin Xavier signing from Evica.